ഹായ് ഓൾ, പുതിയൊരു കേക്ക് വ്ളോഗ് കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു 2 ചോക്ലേറ്റ് കേക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ട്വിൻസിനുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ 1 kg വെയിറ്റ് വരുന്ന 2 കേക്ക്. അപ്പോൾ ടോട്ടൽ നമുക്ക് 2 kg ആണ്. അപ്പോൾ നമ്മൾ രണ്ടും ഒറ്റ ബാറ്ററാക്കി ചെയ്തിട്ട് 6 ഇഞ്ചിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യണത്. അപ്പോൾ ഒന്ന് അത്യാവശ്യം ടോളായിട്ടുള്ള ടിന്നാണ്, ഒന്ന് നോർമൽ ടിന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ടോപ്പിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നപ്പോൾ നമുക്ക് കേക്കിൻ്റെ കുറച്ച് ഐറ്റംസ് വേണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രീം ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരൊറ്റ ക്രീമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിതുപോലെ ഒരു 6-7 അങ്ങനെയാണ് കേട്ടോ കൊടുന്ന് വെക്കാറ്. ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. അതൊക്കെ നമ്മൾ ഫ്രീസർ ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിലെ ഐറ്റംസ് ഒന്നും വെക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 6-7 കൊടുന്ന് വെക്കാറ്. പിന്നെ അത് മാക്സിമം കഴിയുമ്പോൾ 2-1 ആകുമ്പോൾ പിന്നെ അടുത്തത് കൊണ്ടുവരുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ബോക്സും അതുപോലെ ബേസ് സ്ക്വയർ ബേസ് ഞാൻ മേടിക്കാറില്ല. ഇതുപോലെ ഓർഡേഴ്സ് വരുമ്പോൾ മാത്രമാണ് കേട്ടോ മേടിക്കാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പം അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. മഷാന്ത ബിയർ തീമിൽ നമ്മൾ ഇപ്പം അടുത്ത് ചോക്ലേറ്റ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റെഫറൻസ് തന്നെ അയച്ചു തന്നിട്ട് ഏകദേശം അതുപോലെ തന്നെ ചെയ്യാനാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. ഇതും ട്വിൻസിനുള്ള കേക്കാണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് തന്നെ മതിയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് വന്നപ്പോക്കിന് ഇവിടെ കേക്ക് ബേക്ക് ആയിട്ടില്ല കേട്ടോ. ഈ ഒരു കേക്ക് വലിയ ടിന്നായതുകൊണ്ട് കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ കേക്ക് നമുക്ക് പെട്ടെന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അത്ര ഹൈറ്റ് ഇല്ലല്ലോ. അങ്ങനെ അപ്പോൾ കേക്ക് നമ്മൾ ചൂടാറിയതിന് ശേഷം നമ്മൾ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്, ലെയർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ 8 ലെയർ വേണം. നമ്മൾ ഓരോ കേക്കും 4 ലെയർ വീതം വെച്ചാണ് കേക്ക് ചെയ്യണത്. എന്നാലും ഞാൻ എക്സ്ട്രാ ഒരു 2 ലെയർ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ കേക്കിൽ നമ്മൾ ബോർഡിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ക്രംസ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്യണം എന്നായിരുന്നു ആദ്യത്തെ ഒരു പ്ലാനിങ്. അപ്പോൾ അത് ഉദ്ദേശിച്ചാണ് കേട്ടോ ഞാൻ ഒരു 2 ലെയർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ എന്തായാലും നമ്മൾ സ്പഞ്ച് കട്ട് ചെയ്യുമ്പോൾ ആൾക്കൊരു ലെയർ വേണ്ടി വരും. അപ്പോൾ വാശി പിടിച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും അല്ല, ചില ടൈമിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു 2 ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പ്രിൻ്റ് എടുത്ത അതേ സൈസിൽ അതേ ഫോട്ടോസ് തന്നെയാണ് കേട്ടോ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിരുന്നു. നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷോപ്പിൽ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ ഫോണിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് തന്നെ അതേ സൈസിൽ തന്നെ പ്രിൻ്റ് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പിക്ചേഴ്സ് അല്ലാതെ നമുക്ക് വേറെ കുറച്ച് പിക്ചേഴ്സും കൂടി ഞാനതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കേക്കിലേക്ക്. അപ്പോൾ അത് ഞാൻ നോർമലി ആദ്യം പ്രിൻ്റ് എടുത്തതായിരുന്നു. അത് ഞാനതിൽ കാണിക്കണില്ല. ഇത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഓരോ ഐറ്റംസും അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നല്ല ടൈം എടുക്കുക. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് അതൊക്കെ ഞാൻ വുഡിൻ്റെ സ്റ്റിക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നൈറ്റിലാണ് കേട്ടോ കേക്ക് ചെയ്യുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ലേറ്റായി, നമുക്ക് ഓർഡേഴ്സ് വന്നപ്പോഴേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കേക്കല്ലല്ലോ, 2 കേക്കുണ്ട്. അപ്പോൾ ഞാനെല്ലാം കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയാലും നമുക്ക് നേരത്തെ കൊടുക്കാണ്ടായിരുന്നു കേക്ക്. പിന്നെ അവരൊരു 11 മണിയൊക്കെ ആയപ്പോൾ അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട് മതി എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ അതിനായിട്ട് നിന്നതല്ലേ, എന്നാൽ പിന്നെ ഫുൾ ഫൈനൽ കോട്ട് കഴിഞ്ഞിട്ട് കിടക്കാമെന്നുള്ളത്. അപ്പോൾ 2 കേക്കും അവരെ ആ ബേബീസിൻ്റെ ട്വിൻസാണല്ലോ. അപ്പോൾ അവർ 2 പേരുടെയും ഡ്രസ്സ് ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ, ഒരു പർപ്പിൾ കളറ്. അപ്പോൾ ഞാൻ അവരെനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ കളറ്. അപ്പോൾ ആ ഒരു തീമിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കളർ ഷെയ്ഡ് എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ അവർ കേക്ക് കട്ട് ചെയ്യുന്ന ഫോട്ടോ വന്നപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടി ഡാർക്ക് ആക്കാമായിരുന്നു തോന്നി. കാരണം ഒന്നും കൂടി ഡ്രസ്സ് ഒന്നും കൂടി ഡാർക്കായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് കൂടുതൽ കളർ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബിറ്റർ ടേസ്റ്റ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു തീമിലേക്ക് നല്ല മാച്ച് തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത കേക്ക് നോർമൽ ക്രീമൊന്നും ചെയ്യാത്ത കേക്കാണല്ലോ. അപ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് പോയേക്കിന് ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ രാത്രി. അപ്പോൾ എനിക്ക് നല്ലോണം വിശക്കുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കേക്ക് വർക്കുള്ള ദിവസം ഞാൻ ചിലപ്പോൾ നേരത്തെ ഫുഡ് കഴിക്കും. ഇവിടെ എല്ലാവരുടെ അടുത്തും കഴിച്ചിട്ട് പെട്ടെന്ന് കിച്ചനൊന്ന് എല്ലാവരോടും ഫ്രീ ആക്കി തരാൻ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേക്കിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആകുമ്പോഴേക്കിന് ആ ടൈം ആകുമ്പോഴേക്കിന് ചില ദിവസങ്ങളിൽ എനിക്ക് നല്ലോണം വിശക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമെന്നുള്ളത്. എന്നിട്ട് പിന്നെ കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രെഡും മുട്ടയും അതുപോലെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട്
ചെറുതായിട്ട്. ഇത് നമ്മൾ സ്ഥിരം ഹോബിയൊന്നും അല്ല കേട്ടോ, ചില ടൈമിൽ മാത്രമേ ഇങ്ങനെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കിച്ചൺ എല്ലാവരും ഫുഡ് കഴിച്ച് നമ്മൾ കിച്ചൺ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ കേക്കിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ നമുക്കൊരു സുഖം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും നേരത്തെ കഴിച്ച് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ കഴിച്ചത് കൊണ്ടാണ് നമുക്കിന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ബാക്കി കേക്ക് ഉണ്ടല്ലോ, അത് ഞാനിവിടെ ഒരു ബോക്സിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. ഇത് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം ഇവിടെ കിബിബ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളിവിടെ കേക്ക് ഉണ്ടാക്കണം എന്നൊക്കെ കാണാൻ ഞാനിവിടെ മാഷൻ്റെ ബിയറിൻ്റെ ടോപ്പേഴ്സൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ ആൾ കേക്കിനെ കുറിച്ച് ഭയങ്കര ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇയാൾക്ക് ഞാൻ ക്ലാസ്സിലാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവനക്ക് ഞാൻ ക്ലാസ്സിലാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവന് വീട്ടിൽ പോയപ്പോൾ അതങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് വൈകിട്ടാണല്ലോ കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനിത് ഒരു ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് ഞാൻ സെറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 2 ലെയേഴ്സ് നമ്മൾ ചോക്ലേറ്റിൻ്റെ താഴെ ക്രംസ് പോലെ ഇട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഈ ഒരു കളറിന് ഇത് നമ്മൾ ആ ഒരു കേക്ക് ചെയ്ത പോലെയല്ല, ഇത് എൻ്റെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഫൈനൽ കോട്ട് ക്രീം വെച്ച് ചെയ്തതാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നി അത് ബോറാവും, അതിലേക്ക് മാച്ച് ആവില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ താഴെയുള്ള ഈ ബോർഡർ കുറച്ച് പീസ് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു സ്പേസിൽ ബട്ടർഫ്ലൈ ഒക്കെ വെച്ച് കൊടുത്തു കേട്ടോ. പക്ഷേ അത് വലിയ ഒരു ഭംഗിയുള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ ബോർഡിലല്ല കേട്ടോ, ഞാൻ കേക്കിൽ തന്നെ ഡയറക്റ്റ് നമ്മൾ നെയിം കൊടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ അത് ബോറാവുക എന്നുള്ളതുകൊണ്ട് ബോർഡിൽ തന്നെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചോക്ലേറ്റ് കേക്കാണ് 2 കേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കേക്കിന് ഞാൻ നോർമൽ ഇവിടെ 1 kgക്ക് 850 ആണ് കേട്ടോ, നമ്മൾ 850 രൂപയാണ്. അപ്പോൾ 2 കേക്കിൻ്റെ റേറ്റും നമുക്ക് 1700 രൂപ. അതല്ലാതെ നമ്മളെ ഡെക്കറേഷൻ ചാർജ് നമ്മൾ 200 രൂപ ഈ ഒരു പ്രിൻറ്റിൻ്റെയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ കേക്കിൻ്റെ, അല്ലാതെ നമ്മൾ ടോൾ കേക്കൊന്നുമല്ല, നോർമൽ 1 kg ബോക്സിൽ തന്നെ അതേ ഒരു ഹൈറ്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും റേറ്റാണ് കേട്ടോ ഞാൻ കേക്കിന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോറേജ് വെച്ചു. അപ്പോൾ അവർ വീട്ടിൽ വന്നിട്ട് പിക്ക് ചെയ്തു കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു കേക്ക് കൊണ്ടുപോയ ദിവസം നൈറ്റിൽ വന്നൊരു കേക്കിൻ്റെ ഓർഡറാണ് കേട്ടോ ഇതും ലേറ്റായിട്ട് വന്ന ഓർഡർ തന്നെയായിരുന്നു. നമുക്ക് 1 kg വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു PSC സെൻറ്ററിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ LDC ക്ലർക്ക് ഒരു 10th റാങ്ക് കിട്ടിയ ആൾക്ക് കൺഗ്രാറ്റുലേഷൻ, എന്താ പറയുക, അവരെ PSC സെൻറ്ററിൽ നിന്ന് കിട്ടിയ ആ ഒരു കുട്ടിക്ക് കൊടുക്കാനുള്ള കേക്കാണ്, അവരുടെ വീട്ടിൽ കൊടുക്കാനുള്ള കേക്കാണ്. അപ്പോൾ കൺഗ്രാറ്റ്സ് എഴുതിയിട്ട് കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് റേറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോർമൽ ഒരു 1 kg കേക്ക് ഹൈറ്റ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും റേറ്റിങ്സ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കേക്കിനെ മാക്സിമം ഒന്ന് പരത്തി ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 ലെയർ വീതം വെച്ചിട്ട് ഞാൻ 8 ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കട്ടിക്ക് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആകുമ്പോൾ കേക്ക് ഒന്നും കൂടി ഹൈറ്റ് കുറവായാലും നമുക്ക് എഴുതാൻ ഒരുപാട് സ്പേസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കേക്ക് ഞാൻ ഫൈനൽ കോട്ട് ചെയ്തിട്ട് അവർ നമുക്ക് ഏകദേശം ഒരു മോഡൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു വലിയൊരു കേക്കായിരുന്നു, ഒരു 2 kg മോഡലാണ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും നമുക്ക് ഈ ഒരു കേക്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് പരത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ എഴുതാനുള്ളതെല്ലാം നമ്മൾ ഫോണ്ടൻറ്റിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രാവിലെ ആവുമ്പോൾ അവർ സെൻറ്റർ തുറക്കുമ്പോൾ കേക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ 10 മണിയാകുമ്പോഴേക്കിന് വളഞ്ചേരി എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൈറ്റിലെ ഫൈനൽ കോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫോണ്ടൻറ്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി രാവിലെ അതൊന്ന് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അവർ തന്ന മോഡലിൽ ചെറിയ ചെറിയ ഡിഫറൻസൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അതിനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ അവരുടെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിൽ ഞാൻ ആ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ടൊരു ലൈൻസും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വിചാരിച്ച പോലെ ഒരുപാടൊന്നും ഞാൻ ഫുള്ളി ഇതേ ലെറ്റേഴ്സിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു കൺഗ്രാറ്റ്സ് റിസാന എന്ന് എഴുതി കഴിഞ്ഞാൽ ആ ഒരു LDC 10th റാങ്ക് എന്നുള്ളത് സ്പേസ് ഇല്ല. അതുകൊണ്ട് ഞാനൊരു ചെറിയതായിട്ട് ഞാൻ അങ്ങനെ എഴുതി കൊടുക്കുക ചെയ്തത് കേട്ടോ, ചെറിയൊരു പീസിൽ. പിന്നെ നമ്മൾ 2 കോർണേഴ്സിൽ റോസറ്റ വെച്ചിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കെന്തോ ഒന്നും കൂടി ഒരു ഭംഗിയില്ലാത്തതുകൊണ്ട് താഴെ കോർണേഴ്സിൽ ബോർഡറായിട്ട് ഞാനൊരു കുറച്ചുകൂടി ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഇതെങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നോർമൽ വൈറ്റ് ഫോറസ്റ്റ് ആണ്. ഞാൻ 600 രൂപയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്, എക്സ്ട്രാ റേറ്റ് ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ മുകളിൽ കുറച്ച് ഷുഗർ ബീഡ്സും കൂടി ഇട്ട് കൊടുത്താൽ ഈ ഒരു കേക്ക് ഞാൻ പിന്നെ ഓട്ടോയിൽ കൊടുത്തയക്കുക ചെയ്തത് കേട്ടോ അവർക്ക്. അപ്പോൾ അവർ അവിടുന്ന് വന്നിട്ട് അവർ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ കേക്കിൻ്റെ ഈ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ ഓർഡേഴ്സ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണണേ. താങ്ക്